ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ചാനൽ 20,000 സബ്സ്ക്രൈബേഴ്സ് തികഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഇവിടം വരെയൊക്കെ എത്തുമെന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യമല്ല. ഞാൻ എന്തോ വലിയ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടിച്ച പോലെയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു 20,000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ ചെയ്യുന്ന വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് എൻ്റെ ചാനൽ ഓരോ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാണ്. വേറെയും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്ലാൻ ചെയ്തപ്പോൾ ഓരോന്നും തന്നെ ആ വർക്കുകളൊന്നും തന്നെ കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു അവസരത്തിൽ ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോന്നോരോന്നായിട്ട് നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും എത്തിക്കുന്നതായിരിക്കും. നമ്മൾ മറ്റൊരു ലെവലിലേക്ക് തന്നെ പോകാനായിട്ട് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അത് ആ സമയമാകുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മാർക്കറ്റ് അനാലിസിസ് തന്നെയാണ്. നമ്മൾ ബിറ്റ്കോയിൻ്റെ കുറച്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യേണ്ട, കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി 20,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷം ഞാൻ എല്ലാവരുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിറ്റ്കോയിൻ്റെ ഒരു മന്ത്ലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഹയർ ടൈം ഫ്രെയിംസിൽ നിന്ന് തന്നെ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു വരാം. ഓക്കെ, അപ്പോൾ മുൻ വർഷങ്ങളിൽ സംഭവിച്ചിട്ടുള്ള ക്രാഷും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 2013 സമയത്തെ ഈ ഒരു ക്രാഷിലേക്ക് പോകാം. ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, അതായത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം പ്രൈസ് ഈ രീതിയിലുള്ള ഒരു ലെവൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ സംഭവിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഒരു ലെവലിലെത്തുന്നു, അവിടെ നിന്ന് ഒരു പ്രൈസ് റിജക്ഷൻ മുകളിലേക്ക് കിട്ടുന്നു. ദെൻ വീണ്ടും ആ ഒരു ലെവലിലേക്ക് വന്ന് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടാണ് അവിടെ ഒരു ബോട്ടം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അതിനുശേഷമാണ് പ്രൈസ് പിന്നീട് ഈ രീതിയിൽ മുകളിലേക്ക് പോയിട്ടുള്ളത്. അതായത് പുതിയ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രൈസ് ഒരു റാലി നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഈ ഒരു ഏരിയയിൽ സംഭവിച്ചിട്ടുള്ള കാര്യം തന്നെ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് 2018 ആ ഒരു ക്രാഷിൻ്റെ സമയത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഇതുപോലെ ഈ ഒരു ലെവൽ പ്രൈസ് ക്രിയേറ്റ് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഓൾ ടൈം ഹൈ പ്രൈസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ലെവലിലേക്ക് പ്രൈസ് വരുന്നു, അവിടെ പ്രൈസിന് ചെറിയ രീതിയിലുള്ള റിജക്ഷൻ സംഭവിക്കുന്നുണ്ട്. ദെൻ വീണ്ടും ആ ഒരു ലെവലിലേക്ക് വന്ന് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചുകൊണ്ടാണ് അവിടെ ഒരു ബോട്ടം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം പ്രൈസ് വീണ്ടും മുകളിലേക്ക് കയറി ഒരു ഓൾ ടൈം ഹൈ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള അതേ രീതിയിലുള്ള ഒരു പാറ്റേൺ തന്നെയാണ് നമുക്ക് ഇവിടെയും ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഏരിയ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ, ഈ രീതിയിലുള്ള ഒരു ലെവൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രൈസ് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ആ ഒരു ലെവലിലേക്ക് എത്തുന്നു, അവിടെ നിന്നൊരു റിജക്ഷൻ കിട്ടുന്നു. ദെൻ ആ ഒരു ലെവലിന് ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് പോകുന്നു. ഓക്കെ, ഇനി എത്രത്തോളം താഴേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരവ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ഈ സർക്കിളെല്ലാം ഒന്ന് റിലീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഓൾ ടൈം ഹൈ മുതൽ ഈ ഒരു ലെവൽ വരെയുള്ള ഈ ഒരു ലെങ്ത് എടുത്ത് നോക്കാം. അതായത് ഇവിടെ മുതൽ ഈ ഒരു ലെവൽ വരെയുള്ള ഒരു ലെങ്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതേ ലെങ്ത് തന്നെയാണ് നമുക്കിവിടെ താഴേക്കും കിട്ടുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിൽ നിന്ന് ഈ ഒരു ലെവൽ വരെ ഏകദേശം എത്ര ഒരു മെഷർമെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ടോ അത്ര മെഷർമെൻറ്റ് തന്നെയാണ് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് താഴേക്ക് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നുണ്ട് ആൻഡ് അതിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ ലെവൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് 2018 കാര്യം നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് ഈ ഒരു ലെവലിലേക്ക് പ്രൈസ് ഈ ഒരു മെഷർമെൻറ്റ് എടുക്കുകയാണ്, ഒരു കോപ്പി എടുക്കുന്നുണ്ട്. ആ കോപ്പി എടുത്തിട്ട് നമുക്ക് ഇവിടെ താഴേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്ന ഏരിയയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെയും ആ ഒരു ലെവലിലേക്കാണ് പ്രൈസ് പോയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും ഈ രീതിയിൽ ഈ ഒരു ഓൾ ടൈം ഹൈ പ്രൈസിൽ നിന്ന് ഇവിടം വരെയുള്ള ഒരു ലെവൽ നമുക്ക് മെഷർ ചെയ്യാം. ദെൻ അതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ് ആൻഡ് ആ കോപ്പി ഞാൻ ഇവിടെ താഴേക്ക് കൊണ്ടുവയ്ക്കുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ലെവൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 23K എന്ന് പറയുന്ന ഈ ഒരു ലെവലാണ്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഏകദേശം ഒരു 23Kയിലേക്ക് ഈ ഒരു പാറ്റേൺ വെച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസിൻ്റെ ഒരു ഇറങ്ങി വരവ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ ആണ്.
ഓക്കെ, അപ്പോൾ നമുക്കിനി വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് ഈ ഡ്രോയിങ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാം. ദെൻ വീക്കിലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കൃത്യമായിട്ട് ഈ രീതിയിലുള്ള ഒരു പാരലൽ ചാനൽ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ദെൻ ആ ഒരു പാരലൽ ചാനലിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് പ്രൈസ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ രീതിയിലുള്ള, അതായത് ഇവിടെ നിന്ന് ഈ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് ഈ ഒരു മിഡിൽ ലൈനിൽ ഒരു റിജക്ഷൻ കിട്ടുകയും ദെൻ വീണ്ടും ഈ ഒരു ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് ഒരു റാലി നടത്തുകയും അവിടെ നിന്ന് റിജക്ഷൻ കിട്ടി വീണ്ടും താഴേക്ക് വരുന്ന രീതിയിലായിരിക്കും പ്രൈസിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഏകദേശം കൃത്യമായിട്ട് ഏത് രീതിയിലായിരിക്കും ആ ക്യാൻഡിൽസ് ഫോം ചെയ്യുക എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇവിടെ മുതൽ ഉള്ള ഈ ക്യാൻഡിൽസ് എടുത്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഏകദേശം ഈ രീതിയിലായിരിക്കും ഇവിടെ നമുക്കൊരു മൂവ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വീക്കിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ഓൾറെഡി മുൻപത്തെ വീഡിയോകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അധികം വീക്കിലി ടൈം ഫ്രെയിമിൽ നിന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. നമുക്ക് നേരെ ഒരു ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോകാം. ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മന്ത്ലി ടൈം ഫ്രെയിമിൽ കണ്ട പോലെയുള്ള ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഞാൻ ഈ സർക്കിൾ വരയ്ക്കുന്ന ഈ 2 ഏരിയാസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. അതായത് ഈ ഒരു ഏരിയയും അതുപോലെ തന്നെ ഈ ഒരു ഏരിയയും, ഈ 2 ഏരിയയിൽ നമുക്ക് സെയിം ആയിട്ടുള്ള പാറ്റേൺസ് ഫോം ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെ ഈ രീതിയിലുള്ളൊരു പാരലൽ ചാനൽ വരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഈ രീതിയിലുള്ളൊരു പാരലൽ ചാനൽ വരയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ ഈ ഒരു പാരലൽ ചാനലിന് ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുള്ള കാണാനായിട്ട് പറ്റും. ദെൻ ബ്രേക്ക് ഔട്ട് സംഭവിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ പ്രൈസിന് ഒരു റിജക്ഷൻ കിട്ടുന്നത് കാണാനായിട്ട് പറ്റും. ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആ ഏരിയ ആക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഈ രീതിയിൽ ഈ ഒരു ഏരിയ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഈ ഒരു ലോയിൽ നിന്ന് ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്ന വരെയുള്ള ആ ഒരു ലെങ്ത് ഞാൻ മെഷർ ചെയ്യുന്നുണ്ട്. ദെൻ ആ ലൈൻ ഞാൻ താഴേക്ക് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത്രയും ഡിസ്റ്റൻസ് തന്നെയാണ് പ്രൈസ് ഇവിടെ നിന്ന് താഴേക്കും പോയിട്ടുള്ളത്. ഓക്കെ, കൃത്യമായിട്ട് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് തന്നെയാണ് പ്രൈസ് ഇവിടം മുതൽ ഇവിടം വരെ ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് ഏരിയ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ താഴേക്ക് പോയിട്ടുള്ളത് ഈ ഡിസ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കാണാനായിട്ട് പറ്റും. അതിന് മുമ്പ് നമുക്ക് ഇവിടെ ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ രീതിയിലുള്ള ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ മുതൽ ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്ന വരെ ഉള്ള ഒരു ലെങ്ത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത്ത് കിട്ടും. ദെൻ ആ ഒരു ലെങ്ത്ത് നമുക്ക് താഴേക്ക് ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു 22K എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അതായത് നമ്മൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ പ്രൈസ് ഇറങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഏകദേശം ആ ഒരു ഏരിയ തന്നെയാണ്. കൃത്യമായിട്ട് പ്രൈസ് 23, 22 എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് തന്നെയാണ് പ്രൈസ് ഇറങ്ങി വരാനായിട്ട് സാധ്യത നമുക്ക് ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിലും ഡെയിലി ടൈം ഫ്രെയിമിലും വീക്ക്ലി ടൈം ഫ്രെയിമിലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൈസ് നല്ല രീതിയിൽ ഇറങ്ങി വരുമെന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ ട്രെൻഡ് റിവേഴ്സലോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കൺഫേം ചെയ്യാറായിട്ടില്ല. സോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്താം. അതിനുശേഷം മാത്രം ഏത് രീതിയിൽ ട്രേഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് എടുക്കാതെ നിങ്ങളുടെ അനാലിസിസിനും കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.